ഹായ്, ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് തനി നാടൻ ദോശ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. ഇത് സാധാ പച്ചരിയാണ്. പിന്നെ അതിലേക്ക് 1/2 ഗ്ലാസ് ഉഴുന്നെടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് എന്ന കണക്കിന് വേണം എടുക്കാൻ. പിന്നെ 1 ടീസ്പൂൺ ഉലുവ. ഇനി ഇത് നമുക്ക് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിനി ഒരു 5 മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ അരിയും ഉഴുന്നും നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 3/4 ഗ്ലാസ് ചോറാണ്. 1 ഗ്ലാസ് അരി, 1/2 ഗ്ലാസ് ഉഴുന്ന്, 3/4 ഗ്ലാസ് ചോറ്. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയും ഉഴുന്നും ചോറും ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി, ഉഴുന്ന്, ചോറ് എന്നിവ ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ദോശമാവിൻ്റെ. ഇത് ഞാനിവിടെ എടുത്തിരുന്നത് 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്, 3/4 ഗ്ലാസ് ചോറ്, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം ഇങ്ങനെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത ദോശ ബാറ്ററാണിത്. ഇതിനി നമുക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിനി ഒരു 6 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ദോശമാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം മീഡിയം അല്ല ലോയും അല്ലാത്ത അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുക്കാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോഴേ നമുക്ക് ദോശ നന്നായിട്ട് പരത്തിയെടുക്കാനും പറ്റുള്ളൂ. ദോശ നല്ലോണം മൊരിഞ്ഞിട്ട് നല്ല കളറിൽ കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ഉപയോഗിക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് വന്നാൽ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം.
അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.